എൻ്റെ അമ്മായിച്ചനും ഞാനും മാത്രമാണ് മിക്ക സമയത്തും വീട്ടിൽ എന്നാണ് സാക്ഷി പറഞ്ഞത്. പക്ഷേ സാക്ഷിക്ക് അതിലും കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് അമ്മയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സാക്ഷി. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് വളരെ ഫേമസ് ആയുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ്സ് കമ്പനിയുടെ മാനേജരാണ്. അദ്ദേഹം വളരെ ബിസിയാണ്. അടുത്ത ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ നല്ല താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടെ പോയി താമസിക്കില്ല. അതുകൊണ്ടാണ് തുണയായി ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലും ഹസ്ബൻഡ് വരും. തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. നല്ല ഉത്തരവാദിത്തമുള്ള ജോലി ആയതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല സാലറിയും കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ ഇത്രയും കാലമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണം പുള്ളി പറയുന്നത് ആ ഫാക്ടറിയിലെ ചൂടും അതും ഇതൊക്കെ ആയിരിക്കുമെന്ന്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൗണ്ട് ഇത്തിരി കുറവാണ്. ഡോക്ടർ പറഞ്ഞു സാരമില്ല, ആവറേജ് രീതിയിലാണ് പോകുന്നത്, മരുന്നൊക്കെ കഴിച്ചാൽ മതി, രണ്ടുപേർക്കും വേറെ കുഴപ്പമില്ല, ഉണ്ടായിക്കോളും, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനൊന്നും നിർബന്ധിക്കാൻ ഇവിടെ ആരുമില്ല. എൻ്റെ അമ്മായിച്ചൻ അത്ര പ്രായമായ ആളൊന്നുമല്ല. നല്ല ശിമ്പിളനാണ്. പൊതുകാര്യങ്ങളൊക്കെ ഇടപെട്ട് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. പിന്നെ മകനോട് അനാവശ്യമായ ചില സെൻറ്റിമെൻസുകളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. മകനും ഉണ്ട്. വൈഫൊക്കെ മരിച്ചു പോയിട്ട് 10-15 വർഷമായി. ഇവിടുത്തെ അമ്മയുണ്ടായിരുന്നപ്പോൾ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മയെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. പൊതുകാര്യങ്ങളൊന്നും ഇടപെടാറേയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനും ഒക്കെയാണ്. കാണാനും നല്ല ആഢ്യതമുള്ളൊരു മനുഷ്യനാണ്. എന്നെ വലിയ കാര്യമാണ്. മകനോട് എടുക്കുന്ന അത്രയും മോശമായിട്ടൊന്നും എന്നോട് എടുക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പല സ്ഥലത്തും കറങ്ങാൻ പോകാറുണ്ട്. ഇനിയിപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഞാനും അമ്മായിച്ചനും കൂടെ വീക്ക് ഡേയ്സിൽ പോകാറുണ്ട്. ഹസ്ബൻഡ് വരുമ്പോൾ ഞങ്ങൾ തനിച്ചും പിന്നെ അമ്മായിച്ചനെയും കൂട്ടിയും പോകാറുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ള കൂട്ടത്തിലല്ല. ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യും. കുട്ടികളുണ്ടാകാത്ത കാര്യമൊന്നും പുള്ളി ചോദിക്കാറേയില്ല. ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോട്ടെ, കുറേ കുട്ടികളുണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് പുള്ളി എപ്പോഴും പറയുക. പഴഞ്ഞ ചിന്താഗതി ലേശവുമില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ അധികം ബന്ധുക്കൾ വേറെ വന്ന് ചോദിക്കാനും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തതിൽ വലിയ വിഷമമൊന്നും തോന്നാത്തതെന്ന് എൻ്റെ ഭർത്താവും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സമാധാനമുള്ള അന്തരീക്ഷമാണ് ഞങ്ങളുടേത്. ഒരു ബുധനാഴ്ച ദിവസമാണ് അമ്മായിച്ചി രാവിലെ എന്തോ മീറ്റിംഗ് ഉണ്ട്, പാർട്ടിയുടെയോ എന്തോ പറഞ്ഞിറങ്ങിപ്പോയി. എന്നിട്ട് ഒരു 12 മണിയായപ്പോൾ എന്നെ വിളിച്ചു. മോളെ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനും? ആ സാമ്പാറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, തോരന്, അച്ചാറിരിപ്പുണ്ട്, പപ്പടം പൊള്ളിക്കുക, അത്രയും പോരെ അച്ഛന്? ആ മതി മോളെ. ഇനി വേറെന്തെങ്കിലും കൂടെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ അച്ഛാ, ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. എൻ്റെ കൂടെ മുൻപ് വർക്ക് ചെയ്ത ആളുടെ വൈഫാണ്. ദേ ഇവിടെ വന്നപ്പോഴാണ് കണ്ടുമുട്ടിയത്. അതിനെന്താ അച്ഛാ, കൊണ്ടുപോവാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സംഗതികളുണ്ടോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ട് തീയലുണ്ടാക്കാൻ പറഞ്ഞു. അത് ഞാൻ ഉണ്ടാക്കി വെച്ചു അവർ വന്നപ്പോഴേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് കൂടി വന്നാൽ ഒരു 38 വയസ്സ് വല്ലതും കാണും, അത്രേ ഉള്ളൂ. വെളുത്ത് തുടുത്ത് ഉരുണ്ട് തടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരാനച്ചന്തമൊക്കെയുണ്ട്. സുന്ദരിയാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷേ വലിയ സ്റ്റൈലിലും പത്രാസിലൊക്കെയാണ് കയറി വരുന്നത്. വലിയ വില കൂടിയ പട്ടിസാരി പോലുള്ളൊരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി നോക്കി. ചേട്ടൻ്റെ മരുമോണാണല്ലേ? ഞാൻ പറഞ്ഞു ആണ്. ഞാൻ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പോൾ വരാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചിരിച്ചു. കയറി വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ നല്ല ചുറുചുറുക്കോടെ അമ്മായിച്ചനെ അകത്തേക്ക് താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് പോലെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഓർത്ത് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവരെന്താ വലിയ കെയറൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്, സ്വഭാവം ശരിയല്ല എന്നോർത്തു. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവർ പറയുകയാണ്, ആ ചേട്ടൻ്റെ മരുമകളും വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ, ജോലിക്കൊന്നും പോകുന്നില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവനെ ഇവള് ജോലിക്ക് പോകുന്നത് ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അവർ പറയുകയാണ്, അങ്ങനെയാണോ? മോളുടെ കല്യാണ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, അതിൽ നല്ല സുന്ദരിയായിരുന്നല്ലോ. ഇപ്പം ആകെ കൂടി അങ്ങ് കോലം കെട്ടുപോയല്ലോ മോളെ. മോൾ ജോലിക്കൊക്കെ പോകണം, വീട്ടിലെ ജോലികൾ ഇങ്ങനെ നിന്ന് ചെയ്തായിരിക്കാം ഇങ്ങനെയായതെന്ന്. അപ്പോൾ അമ്മയച്ചൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, അവൾക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ചേട്ടന് ഒരു ജോലിക്കാരി നിർത്തിക്കൂടെ? മരുമകള് ജോലിക്കും പോകട്ടെ. കാര്യം ജോലിയൊക്കെ ചെയ്ത് പുറത്തൊക്കെ ഇന്ന് പോകുമ്പോൾ ഒരുങ്ങിയൊക്കെ നടക്കാൻ തോന്നും. ആ സമയത്ത് സൗന്ദര്യ സ്ത്രീകൾക്ക് വർദ്ധിക്കും.
മോളുടെ ഭർത്താവിനെ കണ്ടാൽ എന്ത് സുന്ദരനാ, അതിനോടൊപ്പം പിടിച്ചു നിൽക്കണ്ടേ? അല്ലേലും ചില പെണ്ണുങ്ങൾക്കില്ലേ സൗന്ദര്യം സംരക്ഷിക്കാൻ ഒത്തിരി മടിയാ മോളെ. വീട്ടിലിരിക്കുമ്പോൾ അതങ്ങ് കുറയും, ജോലിക്കൊക്കെ പോയി പുറത്തിറങ്ങുമ്പോൾ അത് കൂടുകയും ചെയ്യും മോളെ എന്ന് പറഞ്ഞു. ഇവരെന്നെ ആക്കി സംസാരിക്കുകയാണോ അതോ സീരിയസ് ആയിട്ട് പറയുകയാണോ എന്ന് അവരുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കി. അത് അമ്മായിച്ചിന് മനസ്സിലായി. ആ കാര്യം കാണാം, അവന് ജോലിക്ക് വിടാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മോക്ക് കുട്ടികളുമില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറത്തങ്ങ് വിടാത്തത് എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ അവരെ ആ സമയത്ത് എന്ത് പറയണമെന്നറിയില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അമ്മായിച്ചിന് മനസ്സിലായി. ആകെ കൂടി കുളമായി. വന്നവൾ കയറി ഗോളടിച്ച് രസിക്കുകയാണെന്നും ഞാൻ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ അവരുടെ കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ തുടങ്ങി. അമ്മായിച്ചനോട് ഒട്ടിച്ചേർന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. യോ മോളെ, നിനക്കറിയാമോ ചേട്ടൻ പണ്ട് എന്തൊരു സൗന്ദര്യമാണെന്നറിയാമോ? ചേട്ടൻ്റെ സൗന്ദര്യത്തിൻ്റെ 10% മോളുടെ ഭർത്താവിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതുപോലെ എന്തൊരു സൗന്ദര്യമാ. അപ്പോൾ ചേട്ടൻ ചെറുപ്പകാലത്ത് ആരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഞാനൊക്കെ കണ്ടിട്ടില്ലേ, ശരിക്കും മയങ്ങി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തള്ളേ, നിങ്ങൾക്കും ഇപ്പം നല്ല മയക്കമുണ്ട്. കാര്യം ഇളക്കവും മയക്കവുമാണെന്ന് സംസാരത്തിൽ കേട്ടാലേ അറിയാം. കിളവനെപ്പോലെ നിങ്ങൾക്കങ്ങ് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ചെറുപ്പകാലത്ത് കണ്ടെന്നും എവിടെ ആർക്കറിയാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാനാണെങ്കിൽ ഒന്ന് പല്ല് കാണിച്ച് ചിരിച്ചു നിന്നു. അല്ലാതെ എന്താ ചെയ്യുക, ഇവർ ഓവറാണ്, ഓവർ ആക്റ്റീവാണ്. ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് അവർ പോയി. അമ്മായിച്ചൻ തന്നെയാണ് കൊണ്ടാക്കിയത്. അച്ഛൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഞാൻ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ട് അമ്മായിച്ചൻ, എടി മോളെ സോറി, അവളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചോദിച്ചു, അവളുടെ സ്വഭാവം പണ്ടേ അച്ഛൻ അറിയാമല്ലോ, കൂട്ടുകാരൻ്റെ വൈഫാണെന്ന് പറയുന്നു. ഇത്രയും ചെറിയ വൈഫ്, അതെന്താടി? എനിക്ക് പ്രായത്തിൽ ചെറിയ കൂട്ടുകാരന്മാരുണ്ടാകാനും അവർക്ക് പ്രായം കുറഞ്ഞ ഭാര്യമാരുണ്ടാകാനും പാടില്ലേ? അതുമാത്രമല്ല, എൻ്റെ കുഴപ്പം എൻ്റെ പ്രായത്തിലുള്ളവരെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. യോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്താച്ചാ. ഇതുപോലൊരെണ്ണത്തിനെ അച്ഛൻ താങ്ങിക്കൊണ്ട് നടക്കുകയാണെന്ന് ആര് കണ്ടു? ഇങ്ങനെയൊരു പെണ്ണുപിള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എടി, അവളിങ്ങനെ സംസാരിക്കുന്ന എനിക്കറിയില്ല. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞല്ലേ കണ്ടത്. ഇവിടെ ഭർത്താവ് എന്തേ? ഇവിടെ കാണില്ല, അങ്ങേരെ മേളിലേക്ക് പോയി കാണും എന്ന് പറഞ്ഞ് അച്ഛൻ ചോദിച്ചു. അല്ല, നിനക്കെങ്ങനെ അറിയാം? ഈ സ്വഭാവം വെച്ച് ഭർത്താക്കന്മാരും എപ്പോഴേ പരലോകത്തേക്ക് പോയി കാണും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചു. നീ പറഞ്ഞത് ശരിയാ, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവന് വേറെന്തോ കടുകൈ ചെയ്യുകയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അവരെ വിളിച്ച് കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എടി, അവളാണെങ്കിൽ മരുമകൾ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ഉച്ചഭക്ഷണം അവിടെ നിന്നാണോ? ആണെന്ന് പറഞ്ഞപ്പോൾ മരുമകളുടെ കൈപ്പുണ്യം അറിയാൻ വന്നത് അവള്. എന്നിട്ട് കൈപ്പുണ്യം അറിയുന്നതിന് മുമ്പ് എന്നെ താഴ്ത്തി കിട്ടി കളിയാക്കി സംസാരിക്കുകയാണല്ലോ. അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ അറിഞ്ഞു മോളെ. നിന്നെ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി കാണില്ല. കാര്യം അവൾ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നടക്കുകയല്ലേ. നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവർക്ക് അസൂയ തോന്നിക്കാണും. അതാ അവൾ അങ്ങനെ പറഞ്ഞത്. പെണ്ണുങ്ങളല്ലേ, അച്ഛൻ വെറുതെ ന്യായീകരിക്കാൻ നോക്കണ്ട. ന്യായീകരിക്കാൻ നോക്കിയതല്ല, അതാണ് അതിൻ്റെ സത്യം. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞടി, നീ നല്ല സുന്ദരിയാണെന്നും പിന്നെ നിന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും. ഇതൊക്കെ അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ്. എടി, അവിടെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. പിന്നെ അവിടെ സമ്മേളനത്തിലുള്ള പല ആൾക്കാരോടും അവൾ ഇതുപോലെ തന്നെയാണ് പെരുമാറിയത്. ഭർത്താവ് പോയത് ഭാഗ്യമാണെന്ന് കരുതുന്നൊരു പെണ്ണാണവൾ. അതുമാത്രമല്ല, അവൾക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. കൊഞ്ചിലും കുഴയിലും പിന്നെ കെട്ടിപ്പിടുത്തമൊക്കെ കണ്ടില്ലേ മോളെ? അത് തന്നെ അവൾക്ക്. ഇതൊക്കെ തന്നെ കലാപരിപാടി. എനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ അച്ഛൻ വിളിച്ചുകൊണ്ട് വന്നത്? അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് അവളുടെ ഇഷ്ടം, നിനക്ക് നിൻ്റെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അല്ലാതിപ്പോൾ അവളുടെ തൊഴിൽ എന്താണെന്നോ അവളുടെ സ്വഭാവം എന്താണെന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ അവർ നാക്കെടുത്ത് വളച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പണ്ട് സുന്ദരനായിരുന്നെന്നും അവർ നോക്കി നിന്നിട്ടുണ്ടെന്നും ഒക്കെയല്ലേ പറഞ്ഞത്. അവസാനം അച്ഛനെ അവർ അടിച്ചെടുത്തോണ്ട് പോകുക എന്നുള്ള രീതിയിലാണല്ലോ സംസാരിച്ചത്. ഒന്ന് പോടി, അവളൊന്നും എൻ്റെ ചോയ്സേ അല്ല. അവൾ പറഞ്ഞത് ശരിയാണ്. എന്നെ ചെറുപ്പത്തിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ഇപ്പോഴും അച്ഛന് സൗന്ദര്യമുണ്ട്. ആണോ? എങ്കിൽ അത്രയും സൗന്ദര്യമുള്ള ഞാൻ എന്തിനാണ് ഇവളെ ഈ കെട്ടിയൊരുങ്ങി നടക്കുന്നവളെ സ്വീകരിക്കുന്നത്? എനിക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാ, എന്നാലും അവളുമായിട്ടുള്ള സംസർഗം ഒട്ടും നന്നല്ല. ഒരു കാര്യം ഞാൻ പറയാം, അച്ഛൻ ഇനി മേലിൽ അവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു.
ഞാൻ മാക്സിമം ശ്രമിക്കാം. അവളിപ്പോൾ വന്ന് പാർട്ടിയിലൊക്കെ ചേർന്നിട്ടുണ്ട്, എന്തൊക്കെയോ സ്ഥാനങ്ങളുമുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇനി ഇവിടൊക്കെ തന്നെ കാണും. ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ സ്വഭാവം നന്നാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയുക. എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്, എങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്ന്. അപ്പോൾ അമ്മായിച്ചൻ പൊട്ടിച്ചിരിച്ചു. അത് ശരിയാണ്, നിന്റെ യഥാർത്ഥ സ്വഭാവം നിന്റെ വീട്ടിലുള്ളവർക്കും നിന്റെ കൂട്ടുകാർക്കും പിന്നെ നിന്റെ ഭർത്താവിനും എനിക്കുമല്ലേ യഥാർത്ഥത്തിൽ അറിയൂ, അല്ലാതെ പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് അച്ഛനെ ഞാനല്ലേ നോക്കുന്നത്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ സ്വഭാവത്തിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛന് ആ സ്ത്രീയെ കണ്ടപ്പോഴേക്കും ഇളക്കം കയറി, അതാണ് യഥാർത്ഥ കാര്യം. എടി, നീ എന്താ വിചാരിച്ചത്? അവളെ കണ്ടപ്പോൾ ഞാൻ എന്തിനാ ഇളകുന്നത്? എനിക്കിളകാൻ വേറെ പെണ്ണുങ്ങളെ ലോകത്ത് കിട്ടില്ലേ? എനിക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോഴും ഫുൾ ഫിറ്റാ, നിനക്കറിയില്ലേ? അച്ഛൻ ഫിറ്റ്, എനിക്കറിയാം. ഫിറ്റും കൊണ്ട് നടക്കുക, ചുമ്മാതല്ല. റിട്ടയർ ആയ ശേഷം ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാത്തതും പുറത്തിറങ്ങി നടക്കുക, പാർട്ടിന്നോ ക്ലബെന്നോ എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത്. എല്ലാ ആണുങ്ങളും കണക്കാം. അതിന് നീ എന്തിനടി അസൂയപ്പെടുന്നത്? ഞാൻ നിൻ്റെ അമ്മായിച്ചനല്ലേ, അല്ലാതെ ഭർത്താവൊന്നുമല്ലല്ലോ. നിൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്ന് നീ ചെക്ക് ചെയ്താൽ പോരെ. അതിൽ അസൂയപ്പെട്. എൻ്റെ കാര്യത്തിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് വേറെ ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻസ് ഇവളെപ്പോലുള്ള കണക്ഷൻസ് ആയിരിക്കും. ഇവളെപ്പോലുള്ള കണക്ഷൻസ് അല്ല, നല്ല കൊച്ചു പിള്ളേർ. നിന്നേക്കാൾ 3 വയസ്സിനിളയ ആൾക്കാർ തൊട്ട് 55 വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട്. നിനക്കറിയാമോ, ഞാനൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കറങ്ങാൻ വരാൻ എത്രയോ പേര് തയ്യാറാണ്. എന്നിട്ട് അച്ഛൻ ഇവിടുന്ന് മീറ്റിങ്ങിനാണ് ക്ലബിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ശരിക്കും ഈ കറക്കത്തിനല്ലേ? സത്യം പറഞ്ഞു, മോൻ വരട്ടെ, മോനോട് ഞാൻ പറയുന്നുണ്ട് അച്ഛൻ വയസ്സാം കാലത്ത് റോമിയോ കളിച്ച് നടക്കുകയാണെന്ന്. പിന്നെ എന്നെ അവൻ മൂക്കി കയറ്റി താഴോട്ട് വലിക്കും. എടി, എല്ലാവരും കണക്കാണ്. നിൻ്റെ ഭർത്താവ് എന്തോ നിന്നെ മാത്രം പോയിച്ചോണ്ടിരിക്കുകയാണോ? അവനൊരു സുന്ദരനല്ലേ, അവന് എത്രയോ പെണ്ണുങ്ങളോട് ചായ്വ് കാണും. അച്ഛൻ തോന്നിയ ദിവസം പറയരുത്. എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, അത് നിൻ്റെ വിശ്വാസം. അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം മോനെപ്പറ്റി, എന്നോട് ഒന്നും പറയാത്തതാണ്. ഈ കള്ളവും ചതിയൊക്കെ സഹിച്ച് ഞാനിവിടെ നിൽക്കുകയാണല്ലോ, ഞാൻ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പൊട്ടിച്ചിരിച്ചു. എടി, നിൻ്റെ ആക്ഷൻ സോങ്ങൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പെണ്ണുങ്ങൾ എത്ര പെട്ടെന്ന് മാറി മറിയുന്നത്. മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ അസൂയ. അമ്മായിപ്പൻ എവിടെയും പോകരുത്, അതും അങ്ങ് അസൂയ. നിൻ്റെ ഭർത്താവ് എങ്ങും പോകരുത്, അതും അസൂയ. നിനക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ വയ്യ, ഇവിടെ ഇരിക്കുകയാണ്. നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞതല്ലേടി? നീ ശരിക്കും വീട്ടിലെ ജോലി ചെയ്ത് ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കുന്നത് ആരുടെ കുറ്റമാണ്? നിനക്കിറങ്ങിപ്പോകരുതോ? പോയി 10 ചെക്കന്മാരെ കാണരുതോ? ആ വന്നവളെക്കളെ ഇളക്കം നിനക്കുണ്ട്. പിന്നെ എന്താ ജോലിക്ക് പോകാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ന്യായീകരിച്ച് ഞാനങ്ങ് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭർത്താവിനോട് യാതൊരു താല്പര്യമില്ലാതെ കയറ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നാണോ? നീ കയറ് പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിൻ്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും അവനും കണക്ഷൻസൊക്കെ ഉള്ളവനാണെന്ന് എനിക്കറിയാം. കാര്യം പണ്ട് തൊട്ട് അവൻ്റെ പുറകെ അവൻ്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കുമോ? തീർച്ചയായിട്ടും വരും. അതൊക്കെ അവൻ മാനേജ് ചെയ്യുന്നുണ്ടാകും. നിന്നോട് നല്ല സ്നേഹമാണേ, നിനക്ക് കിട്ടുന്നതൊക്കെ കിട്ടുന്നില്ലേ, അത് മതി. അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ തിരക്കിയിട്ട് കാര്യമില്ല. പിന്നെ നിൻ്റെ കാര്യത്തിലാണെങ്കിലും നീ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഇറങ്ങിപ്പോയി ജോലി ചെയ്യൂ. 10 പേരെ കാണൂ. മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഒരാഹ്ലാദം വരും. അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എടി, ഞാൻ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ ആവശ്യത്തിനാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ ആഗ്രഹം തീരുമോ? നിൻ്റെ ആഗ്രഹം തീരണമെങ്കിൽ നീ തന്നെ ഇറങ്ങിപ്പോകണം. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി ഏതെങ്കിലും സൗന്ദര്യമുള്ള ചെറുക്കന്മാരുമായി ചുറ്റി നടന്നാൽ അച്ഛൻ എന്ത് പറയും? ഞാനൊന്നും പറയില്ല. നിൻ്റെ ഭർത്താവ് കണ്ടില്ലെങ്കിൽ ഞാൻ എല്ലാറ്റിനും ഓക്കെ എന്നേ പറയുകയുള്ളൂ. പിന്നെ നിൻ്റെ ഭർത്താവ് കണ്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവനെ മാനേജ് ചെയ്യേണ്ടത് നിൻ്റെ മിടുക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു സ്ത്രീക്ക് സദാചാരം വേണ്ടതാണോ? നീ ചാരം വാരിക്കൊണ്ട് അവിടെ ഇരുന്നു. എന്തായാലും ഞാൻ ചാരമൊന്നും വാരില്ല മോളെ. എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഭാര്യയോ വെറുതെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ കൂടെ നൂലെ പിടിച്ച് മേളോട്ട് കയറിപ്പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി പല സ്ഥലത്തും ഞാൻ കറങ്ങി നടക്കും. ഇനി പല ആൾക്കാർ ഇങ്ങോട്ട് വരികയും ചെയ്യും. നീ അത് ശ്രദ്ധിക്കണ്ട. നീ എന്തായാലും ജോലിക്ക് പോകില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. പണമുണ്ടല്ലോ, നമുക്കൊരു ജോലിക്കാരെ വെക്കാം. പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ ഇനി വേറെ ജോലിക്കാരി വരണ്ട. അസൂയ വരാൻ പറ്റില്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു ജോലിക്കാരോട് സംസാരിച്ചാലും ഭർത്താവ് ഒരു ജോലിക്കാരോട് സംസാരിച്ചാലും നിനക്ക് പ്രശ്നമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വല്ലാത്ത പ്രശ്നമാണ്. പട്ടിയൊട്ട് തിന്നത്തതുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അതാണ് നിൻ്റെ പ്രധാന പ്രശ്നം. അച്ഛനെ വന്ന് സദാചാരം ഒട്ടും
ഒട്ടുമില്ലാതായിരിക്കുന്നു. എടീ, ഞാൻ സദാചാരമൊക്കെ അനുസരിച്ച് കുറേ കാലം ജീവിച്ചതാണ്. ഈ പ്രായമായ സമയത്ത് അതൊന്നും ഞാൻ നോക്കുന്നില്ല. എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നിൽക്കാമെന്നറിയില്ല. അപ്പം അതിനു മുമ്പ് നമ്മൾ എൻജോയ് ചെയ്യണ്ടേ? അച്ഛൻ എന്നെ കൂടെ വഴിതെറ്റിക്കും. എടി മോളെ, നിന്നെ ശരിക്കും വഴിതെറ്റിക്കേണ്ട യാതൊരു കാര്യമില്ല. വഴിയിലോട്ട് നിന്നെ കൊണ്ടു നിർത്തിയാൽ മതി. തെറ്റിയെന്ന് പറഞ്ഞാൽ മതി. അപ്പം നീ വഴി കൂടെ ഒറ്റ ഓട്ടം ഓടും. പിന്നെ തെറ്റിയത് പറയാൻ പോലും നീ കാണില്ല. ഇനിയിപ്പോൾ നിന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്ത് പ്രോഗ്രാമിൽ എന്ത് ചേഞ്ച്? ഇനി ഞാൻ ഇങ്ങോട്ട് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വരുന്നില്ല. പകരം ചോരയും നീരുമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ, അതായത് ചെറുപ്പക്കാരെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നീ വലിയ പാചക വിദഗ്ധയാണല്ലോ, അവർക്ക് നീ പാചകമൊക്കെ ചെയ്ത് കൊടുക്ക്. ഈ വന്ന സ്ത്രീ പറയുന്ന പോലെ ഒന്നും അപമാനിക്കില്ല. അവർ നിന്നെക്കുറിച്ച് എന്താ പറയുന്നതെന്നും എങ്ങനെയാണ് നീ പെരുമാറുന്നതെന്നും ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ഞാൻ മാന്യമായി പെരുമാറും. ആഹാ, മിടുക്കിയാണല്ലോ. അവർ മാന്യമല്ലാതെ പെരുമാറിയാലോ? അപ്പോൾ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയും. എടി, നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ശരിക്കും നല്ലൊരുത്തം വന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാകും. എന്തായാലും ഭർത്താവ് മാത്രമാണ് നിന്റെ ദൈവം എന്നല്ലേ പറഞ്ഞത്. നോക്കാമടി, അടുത്ത ദിവസം തൊട്ട് ഇവിടെ പുതിയ ആളുകൾ വരും. ഞാൻ വിളിച്ചു പറയാതെ പറഞ്ഞു. അല്ലെങ്കിലും അച്ഛനും ഞാനും കൂടി ഒരു മത്സര സ്വഭാവമുണ്ട്. അച്ഛൻ പിന്മാറില്ല. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ആ വരട്ടെ അതിഥികൾ. എന്തായാലും സ്ത്രീകൾ വന്ന് എന്നെ ചൊറിയാൻ വരില്ലല്ലോ. ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നോട് ആരാധന ഉണ്ടാകുമോ? ഞാൻ സുന്ദരിയാണെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് പറഞ്ഞത് ഞാൻ സുന്ദരിയാണെന്നാണ്. അപ്പോൾ പുറത്തുള്ള ആണുങ്ങൾക്കും അതേ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം. സത്യം പറഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് പാറി പറക്കാൻ അവസരം കിട്ടിയിട്ടില്ല. സൗന്ദര്യമുണ്ടായിട്ടും എൻ്റെ പുറകെ ഒത്തിരി ആണുങ്ങൾ വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എല്ലാ വീട്ടിലെ സിറ്റുവേഷൻസ് എത്ര പേരാണ് ഈ കുടുംബമഹിമ കൊണ്ടും മറ്റ് സാമൂഹ്യമായ പ്രഷർ കൊണ്ടും ഒതുങ്ങിപ്പോകുന്നത്. ഒതുങ്ങരുതായിരുന്നു. ഒന്നിലൊതുങ്ങുന്നവൾ വിഡ്ഢിയാണ് എന്ന് മാഡം പറഞ്ഞത് തദവസരത്തിൽ ഞാൻ ഓർക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചു. എടീ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആരാ? അത് വരുമ്പോഴറിയാം. സർപ്രൈസാണ്. പ്രായം 28 വയസ്സ് മാത്രമേ ഉള്ളൂ. നീ വരുമ്പോഴൊന്ന് കാണ്. അവൻ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അന്ന് വിഭവസമൃദ്ധമായ എന്തൊക്കെയോ ഉണ്ടാക്കി ആണുങ്ങളല്ലേ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അറിയപ്പെടുന്ന ഒരു യുവ നേതാവ് തന്നെ. എനിക്ക് നേരത്തെ അറിയാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചു. എല്ലാവരും വരുമ്പോൾ മാസ്ക് ഇട്ട് നിൽക്കുന്ന ഞാൻ അന്ന് സാരി ഉടുത്ത് നിന്നു. അമ്മാച്ചൻ എന്നെ അടിമുടി നോക്കി. മോളെ, നീ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണോ? അല്ലച്ചാ. പിന്നെ നീ എന്താ സാരിയൊക്കെ ഉടുത്താം? അട്രാക്ഷൻ ചെയ്യാനച്ചാ, കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് ഞാൻ അച്ഛനെ കളയാക്കി പറഞ്ഞു. കണക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം ഇവനെ കാണാൻ അതീവ സുന്ദരൻ. അതുമാത്രമല്ല, ഇവനൊരു ഇൻ്റർനാഷണൽ കോഴിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. എന്നിട്ടാണോ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നത്? അത് സാരമില്ലടി, ഇവിടെ ഒരു പെടക്കോഴി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അച്ഛനെ നുള്ളി. അച്ഛൻ്റെ മനസ്സും എൻ്റെ മനസ്സും പണ്ടത്തെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. യുവനേതാവ് മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അങ്ങേരുടെ ആ നോട്ടവും ഭാവവും കണ്ടപ്പോൾ മനസ്സിലായി ഞാനൊരു സുന്ദരി തന്നെയാണെന്ന്. എന്തായാലും പോയി കഴിഞ്ഞപ്പോൾ ഒരാൺ സുഗന്ധം മിസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ആണുങ്ങളല്ലെങ്കിലും സൗരവമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് ഇരിക്കപ്പുറതിയില്ല. അല്ലാതെ ചില കൂതറകളുണ്ട്. നല്ല സൗന്ദര്യമുള്ളവരും നല്ല ആണത്തമുള്ളവരും നല്ല സുഗന്ധം പരത്തുന്നതുമായ ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും കൊള്ളാം. പിന്നെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ, അച്ഛാ, എന്നെക്കുറിച്ച് അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, നീ സുന്ദരിയാണെന്നും നിനക്ക് കൈപ്പുണ്യം ഉണ്ടെന്നും പറഞ്ഞു. ബാക്കിയൊന്നും പറഞ്ഞില്ലേ? എടി, എൻ്റെ മരുമോളല്ലേ, അവൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനിയിപ്പം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ദേ ഒന്ന് മുടിയാൽ മതി. ഞാൻ അവനോട് സൂചിപ്പിച്ചോളാം. അവനിവിടെ വരും. അവനൊരു പ്രശ്നവുമില്ല. അവൻ എവിടെ ഉണ്ടെന്ന് നോക്കി നടക്കുകയാണ്. ഞാനങ്ങനൊന്നും സമ്മതിക്കത്തില്ലെന്ന് അച്ഛൻ അറിയത്തില്ലേ? അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വെറുതെ തമാശക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, ശരി ശീലാവതി, നീ അങ്ങനെ കേട്ടോണ്ടിരുന്നാൽ നിനക്ക് കൊള്ളാം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് നീ എന്നൊന്ന് മൂളിയാൽ മതി. കാര്യങ്ങൾ റെഡിയാക്കി തരാം. ഇത് മനസ്സിൽ വെച്ചു. അച്ഛാ, അച്ഛൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, നിൻ്റെ കൂടെ ഞാൻ നിൽക്കും. ഇല്ല, നീ ഭർത്താവിനെ പൂജിച്ച് കഴിയുകയാണെങ്കിൽ അതും ഓക്കെ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഒന്നെങ്കിലും നിനക്ക് ഒരിക്കലെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വരും. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? എടി, അവൻ്റെ പോക്ക് കണ്ടിട്ട് അവനിങ്ങനെ സുന്ദരക്കുട്ടപ്പൻ കളിച്ച് നടക്കുമെന്ന് തോന്നുള്ളൂ. ഒരു പ്രയോജനമുള്ള വിശേഷം അവനെക്കൊണ്ട് ശരിയാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരുന്ന് കഴിച്ചാലും
ഞാൻ പറഞ്ഞു, അതാ അച്ഛാ, അഴകുള്ള ചക്കയിൽ നീ ചക്കയുടെ കാര്യമൊന്നും പറയണ്ട, നിനക്ക് എന്തെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ മൂളിയാ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറേ നാൾ ചിന്തിച്ചു, പക്ഷേ അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ മൂളി. അപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പം ആ യുവനേതാവ് ഇവിടെ ഇല്ല, അവൻ വിദേശ രാജ്യത്തോ മറ്റോ പോയി. അതെന്താ? അതെനിക്കറിയില്ല. ഇപ്പം വേറെ ആളാണ്, മറ്റവനേക്കാൾ മെച്ചമാണ്. ഞാൻ ഊണ് കഴിക്കാൻ കൊണ്ടുവരാം, ഇതെങ്കിലും നീ എസ് പറഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. നോക്കട്ടെ അച്ഛാന്ന് പറഞ്ഞു. ആ ദിവസം അച്ഛൻ കൊണ്ടുവന്ന സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, പുതിയ നേതൃത്വ നിലയിലേക്ക് വരുന്ന ആളാണ്. കൊള്ളാം, സൂപ്പർ. പഴയ യുവകോമളനെ നമുക്ക് മാറ്റിവെക്കാം. കാരണം അങ്ങേർക്ക് ഇത്രയും ഒന്നും കാലിബർ വരില്ലെന്ന് കണ്ടാൽ അറിയാം. ഇതെന്ന് പറയുമ്പോൾ തികച്ചും യങ് ബ്ലഡ്, വളരെ സൗന്ദര്യമുള്ള ഒരാൾ. ഇത് പക്ഷേ എനിക്കൊരു ഗുഡ് ചോയ്സാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ എന്തായാലും ഒരു 10 മടങ്ങ് സൗന്ദര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് എനിക്കൊരിക്കലും നോ പറയേണ്ടി വരില്ല എന്നെനിക്കറിയാം. അങ്ങേന് തികച്ചും മാന്യമായിട്ടാണ് പോയത്. പിന്നീട് അച്ഛനോട് ചോദിച്ചപ്പോൾ ഞാനവിടെ എസ് പറഞ്ഞു. പ്രയോജനം ഉണ്ടാക്കാനോ വിശേഷം ഉണ്ടാക്കാനോ അല്ല, ഒരു വെറൈറ്റി, അതിലുമുപരി സൗന്ദര്യ ആരാധന. അവൻ്റെ ഭാനായി ഞാൻ മാറുകയായിരുന്നു. എന്തായാലും എനിക്ക് കിട്ടിയത് വമ്പൻ കനി തന്നെയാണ്. അച്ഛന് ഞാൻ നന്ദി പറഞ്ഞാൽ തീരില്ല. പിന്നെ അദ്ദേഹം വീട്ടിലുള്ളത് കൊണ്ടും സപ്പോർട്ടുള്ളത് കൊണ്ടും അവിടേക്ക് ഒരു പൂച്ചക്കുഞ്ഞു പോലും വരില്ല. എൻ്റെ ഭർത്താവ് വന്നാലും തടഞ്ഞു നിർത്താൻ അച്ഛനറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ മുറിയിലെ പഞ്ചാരിമേളം എന്നും സുഗമമായി നടന്നുപോയി. പക്ഷേ ഏകദേശം ഒരു മാസത്തിൽ 5, 6, 10 ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. എൻ്റെ കുഴപ്പം കൊണ്ടും കൂടിയാണോ, എനിക്കും ടെസ്റ്റുകൾ ഇനി ആവശ്യമാണോ എന്നൊരു സംശയം വന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, സമയവും കാലവും തീയതിയും ഒക്കെ നോക്കണം മോളെ എന്ന് പറഞ്ഞപ്പം ഞാൻ അച്ഛനോട് ചേർന്നിരുന്ന് പറഞ്ഞു, പക്ഷേ ഇത് നല്ല വഴിയല്ല, വളഞ്ഞ വഴിയാണ്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ എനിക്ക് യാതൊരുവിധ സങ്കോചവും തോന്നേണ്ട കാര്യമില്ല. ഒരു റിസൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഫാമിലിയിൽ തന്നെയല്ലേ. അതുകൊണ്ട് അച്ഛൻ പുറത്തു പോയി കഞ്ഞി കുടിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഞാനിവിടെ തൂശനില മുറിച്ച് വെച്ച് അയല വറുത്തതും കരിമീൻ പൊരിച്ചതും തരാമച്ച, വെറുതെ എന്തിനാണ് ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്ന് പറഞ്ഞു. ഓ, അത് ശരിയാവില്ല മോളെ. ശരിയാകും, അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ പിടിച്ച് വലിച്ചു. ആദ്യം ഒരു ബലം പിടിച്ചു, പിന്നീട് ബലം പിടിക്കാതെ ഒരാട്ടിൻകുട്ടിയെ പോലെ എൻ്റെ കൂടെ വന്നു. അന്നാട്ടിൻകുട്ടി ഒത്തിരി പ്ലാവിലകൾ മനം നിറയുവോളം ഭക്ഷിച്ച് എല്ലാം ഓക്കെ ആയി. എനിക്കും തോന്നി, കാര്യം അച്ഛനേക്കാൾ മകൻ കേമനാകില്ല, എപ്പോഴും അച്ഛൻ തന്നെയാണ് കേമൻ എന്ന് വെച്ച് അച്ഛൻ്റെ കൂട്ടുകാരനെ പിണക്കാൻ പറ്റില്ല. സൗന്ദര്യം കൊണ്ട് എനിക്ക് ആരാധനയുണ്ട്. ഭർത്താവിനെ നമ്മൾ ദിവസവും പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് സ്വീകരിക്കണ്ടേ, അത് നടക്കുന്നുണ്ട്. പക്ഷേ ഹൃദയബന്ധം കൂടുതൽ എനിക്കെപ്പോഴും അമ്മായിച്ചോണ്ട് തന്നെയാണ്. 3 പേര് പോയാൽ 3 പേര് കൂടിയാൽ ഒന്നും നടക്കില്ല എന്ന് പലരും പറയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 3 പേരും ഒന്നു ചേർന്നപ്പോഴാണ് എൻ്റെ സ്വപ്നം പ്രാവർത്തികമായിരിക്കുന്നത്. എനിക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടി, എല്ലാവർക്കും സന്തോഷവുമായി. ഞാനിപ്പോൾ റെസ്റ്റിലുമായി. പിന്നിൽ ആരെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മായിച്ചോട് ചോദിച്ചപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, അറിയാപ്പുറം നീ തോണ്ടണ്ട, നിനക്ക് സന്തോഷമല്ലേ എന്ന് പറഞ്ഞ് അമ്മായിച്ചൻ എന്നെ പുരോഗമന ചിന്തയിലേക്ക് ഉയർത്തിരിക്കുകയാണ്. എനിക്ക് കുറ്റബോധം കൊണ്ടല്ല ഈ ഒരുമയിലയക്കുന്നത്, മാഡത്തിന് വായിക്കാൻ ഒരു കഥയായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം, എനിക്കൊരു ദിവസം വായിക്കാനുള്ളൊരു കഥ തന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് നന്ദിയുള്ളവളായിരിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത്രയും നല്ലൊരു കഥ, ഇത്രയും സാരോപദേശജനകമായൊരു കഥ തന്നതിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. എന്തായാലും ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ തന്നെ മനസ്സിൽ നിരൂപിച്ചോളൂ. ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷെ നമുക്ക് കണ്ടൻ്റാണ്, അതവർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കഥ നമുക്ക് അനുകൂലമൊന്നുമല്ല. എന്നാലും